പത്തനംതിട്ടയിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ ഷെയ്ഡ് ഇളക്കി മാറ്റാൻ പഞ്ചായത്തിന് നിർദ്ദേശം. മറ്റൊരു പുരയിടത്തിലേക്ക് വീടിന്റെ ഷെയ്ഡിൽ നിന്ന് വെള്ളം വീഴുന്നുവെന്ന പരാതിക്ക് പിന്നാലെയാണ് നിർദ്ദേശം. അനുമതിയില്ലാതെ സിറ്റ് ഔട്ട് നിർമ്മിച്ചതായി പഞ്ചായത്തിന്റെ നോട്ടീസിൽ പറയുന്നു. പഞ്ചായത്ത് ഏകപക്ഷീയമായി തീരുമാനമെടുത്തതായി വീട്ടമ്മ പ്രിയ ഷാജി ആരോപിച്ചു. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ സ്ഥലത്തുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടാണ്. ആ വീടിന്റെ മാസ്റ്റർ പ്ലാനിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറ്റം വരുത്തിയോ? എന്താണ് ഇപ്പോൾ ഈ പരാതിയും ഈ പൊളിച്ചു മാറ്റാനായുള്ള നിർദ്ദേശവുമൊക്കെ പഞ്ചായത്ത് നൽകാനുള്ള കാരണം? സുജയ, ഞാനിപ്പോൾ പത്തനംതിട്ട ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ നെടുവേലിമുക്കിന് സമീപമുള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ എത്തി ഈ വീടിന്റെ മുൻവശത്തുള്ള ഈ കാണുന്ന ഷെയ്ഡ് അത് പൊളിച്ചു മാറ്റാൻ ഉള്ള ഒരു ശ്രമമാണ്. നോട്ടീസ് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് നൽകിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പരാതിയായി വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ എതിർവശത്ത് കാണുന്ന ഈ പുരയിടത്തിൻ്റെ ഉടമസ്ഥനാണ്. ഈ വീടിൻ്റെ ഷെയ്ഡ് അവർക്ക് തടസ്സമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പഞ്ചായത്തിൻ്റെ നോട്ടീസിൽ പറയുന്നത് ഈ നമ്പർ ലഭിച്ചതിന് ശേഷം പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ പ്ലോട്ടിനും കെട്ടിടത്തിനും ഇടയിലുള്ള അകലം കുറഞ്ഞത് 1 മീറ്റർ ലഭ്യമാകേണ്ട ഭാഗത്ത് 0.86 മീറ്റർ മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത്. അതായത് കുറേ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നോട്ടീസിൽ പറയുന്നു. ആകെ 3.5 സെന്റ് മാത്രമുള്ള ഒരു കുടുംബമാണ്. അവർ ലൈഫ് പദ്ധതി പ്രകാരം സർക്കാർ വീട് നിർമ്മിച്ച് നൽകുന്നു. പക്ഷേ ഈ കാണുന്ന സിറ്റ് ഔട്ട് വീട്ടുകാർ പറയുന്നത് ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അവർ അതിനുശേഷം ഈ സിറ്റ് ഔട്ട് പണിതു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് അധികൃതർ വന്നിട്ടുണ്ട്. മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് പല പ്രാവശ്യം വന്നു. ആദ്യം വന്നിട്ട് സെക്രട്ടറി തന്നെ പറഞ്ഞു ഈ ഷെയ്ഡ് അല്പം ആ സൈഡ് മാത്രം തെല്ലി നിൽപ്പുണ്ട്, നിങ്ങൾ അല്പം മുറിച്ചാൽ മതിയെന്ന്. അതനുസരിച്ച് ഞങ്ങൾ മുറിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഒരടി നിങ്ങൾ മുറിച്ച് തരണമെന്ന്. ഞാൻ പറഞ്ഞു മുറിക്കാമെന്ന്. അപ്പോൾ നോട്ടീസ് എൻ്റെ പേർക്ക് അയച്ചു കഴിഞ്ഞ ശേഷം വിളിച്ച് പറഞ്ഞു, മെമ്പർമാരെ വിളിച്ച് പറഞ്ഞു സെക്രട്ടറി തന്നെ വന്ന് ഇത് അളന്നിട്ട് തരാം, അളന്ന ശേഷം മുറിച്ചാൽ മതിയെന്ന്. ഇന്നലെ ഇവർ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു. ആ വസ്തുക്കാരനും എല്ലാവരും കൂടെ ഒരുമിച്ച് കയറി വന്നിട്ട് ഇവരത് തന്നെ അളന്നിട്ട് ആദ്യം പറഞ്ഞു ഇത് നിങ്ങൾ മുറിക്കാമെന്ന്. പിന്നെ ഞാൻ മേളിലത്തെ റൂഫിങ് മുറിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞങ്ങൾ പോലീസിനെ കൊണ്ടുവച്ച് മുറിക്കുമെന്ന് പറഞ്ഞു. അപ്പം മുറിക്കുന്നത് ഞങ്ങൾ മുറിക്കും, അതിന് ചിലവാകുന്ന കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഈടാക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് CPM-കാർ ഈ എലന്തൂർ പെട്രോൾ പമ്പിൽ ഉള്ള ഒരാൾ, CPM-ലുള്ള ആൾ, പിന്നെ ഈ മേളത്തെ വീട് അയാൾ, ഇവരെല്ലാവരും കൂടെ ഭയങ്കര ഭീഷണിയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാനും 2 പിള്ളേരും തന്നെ ഇവിടെ താമസിക്കുന്നത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഭീഷണിയാണ്, നിങ്ങളിപ്പോൾ മുറിച്ച് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്തിനാണ് മുറിച്ചു കൊടുക്കുന്നത്? അയൽപ്പക്കത്തുള്ള ഈ പുരയിടത്തിൻ്റെ ഉടമ അയാൾ പറയുന്നത് ഈ ഷെയ്ഡ് കാരണം അയാളെ വസ്തു വിൽക്കാൻ ഒക്കത്തില്ല, നിങ്ങൾ ഇത് മുറിച്ച് തന്നാലേ ഞങ്ങൾക്ക് വിൽക്കാൻ ഒക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. സുജിയ, ഈ ഇലന്തൂർ പഞ്ചായത്തിൻ്റെ നോട്ടീസിൽ പറയുന്നത്, അതായത് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലും ബന്ധപ്പെട്ട ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ഇവിടെ ഈ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയായ വീടിന് അതിനോട് ചേർന്ന് ഒരു മുറി പ്രത്യേകം ഇവർ സിറ്റ് ഔട്ട് തയ്യാറാക്കിയതെന്നാണ്. അത് പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഈ നോട്ടീസിൽ പറയുന്നത്. സാർ, ഇത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണോ പഞ്ചായത്തിൻ്റെ കണ്ടെത്തൽ? നിയമവിരുദ്ധമായിട്ടാണ് നോട്ടീസ് കൊടുത്തത്. 3-4 തവണ നോട്ടീസ് കൊടുത്തിട്ടും ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നത്. അവർക്ക് ആകെ 3.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അവരതിലാണ് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി പദ്ധതിയിൽ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അവർക്ക് ഒരു മുറി കൂടി അവരുടെ പുരയിടത്തിൽ തന്നെ നിർമ്മിക്കുന്നതിന് അങ്ങനെ നിയമം തടസ്സമാണോ? അത് നമുക്ക് അടുത്ത പുരയിടത്തിൽ നിന്നും മിനിമം 1 മീറ്ററെങ്കിലും അകലം വേണം. ഷെയ്ഡ് 60 സെൻറ്റിമീറ്റർ തള്ളാനാക്കുന്നുണ്ട്. അടുത്ത പുരയിടത്തിൽ നിന്നും 1 മീറ്റർ അകലം വേണം. അത് കൃത്യമായി നിങ്ങൾ അളന്ന് നോക്കിയിട്ടുണ്ട്? അതില്ല. ഷെയ്ഡിൻ്റെ 60 മീറ്റർ തള്ളിച്ചാൽ അധികമുള്ളത് മാത്രമാണ് നമ്മൾ മുറിക്കുന്നത്. ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെല്ലാം ഇങ്ങനെ തന്നെയാണോ? വീടുകൾ തമ്മിൽ 1 മീറ്റർ വ്യത്യാസത്തിൽ തന്നെയാണോ വീടുകളുള്ളത്? മുഴുവൻ ഇങ്ങനെയാണ് നിയമം. കേരളത്തിൽ മുഴുവൻ ഇങ്ങനെയാണ് നിയമം. പിന്നെ 2 വീട്ടുകാരും തമ്മിൽ സമ്മതത്തോടുകൂടിയാണെങ്കിൽ ചേർത്ത് വെള്ളം നിർമ്മിക്കാം. ഇവിടെ പക്ഷേ ഈ പുരയിടത്തിൽ വീടില്ലല്ലോ, പുരയിടം മാത്രമല്ലേ ഉള്ളൂ. വേണ്ട, ഇത് വസ്തു ആയിട്ട് ഉടമസ്ഥനാണല്ലോ. ഏതായാലും നിയമത്തിൽ നിന്നും ഒട്ടും വിട്ടുമാറാൻ ഈ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറല്ല. അതായത് ഈ പുരയിടത്തിൽ നിലവിൽ വീടില്ല, പക്ഷേ എങ്കിൽ പോലും ഈ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ അനുമതി ഇല്ല എന്നുള്ളതാണ്, അവർക്ക് സമ്മതമല്ല എന്നുള്ളതാണ്. 1 മീറ്ററെങ്കിലും വ്യത്യാസം വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച കേവലം 3.5 സെന്റ് മാത്രം ഉള്ള ഭൂമിയുള്ള ഒരു കുടുംബം അവർ ആ ലൈഫ് പദ്ധതി പ്രകാരം വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഈ കാണുന്ന വീടിൻ്റെ ഒരു സിറ്റ് ഔട്ട് കൂടി അവർ അഡീഷണലായി നിർമ്മിച്ചത്. പക്ഷേ അത് നിയമങ്ങൾക്ക് വിധേയമായിട്ടല്ല എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ കാണെ തന്നെ ഇപ്പോൾ ഉപകരണങ്ങളൊക്കെ എത്തിച്ച് ഈ ഷെയ്ഡ് മുറിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഇതിൽ?
ഇല്ല, ഞങ്ങൾക്ക് ഇത് സാങ്ഷനും തരണം, ഇത് പരാതി ഇല്ലെന്ന് എഴുതി തന്നാൽ മതി. ഞങ്ങൾക്ക് വേറെ പരാതിയൊന്നുമില്ല. നിങ്ങൾ അനുവദിക്കില്ല, ഇത് മുറിക്കാൻ അനുവദിക്കില്ലെന്നാണോ പറയുന്നത്? ഞങ്ങൾ അനുവദിക്കാം. ഞങ്ങൾക്ക് ഇത് സാങ്ഷൻ ഇത് കിട്ടണം, ഇത് പരാതി ഇല്ലെന്ന് എഴുതി തരണം അപ്പുറത്തെ കണ്ടക്കാരൻ. ഇലന്തൂർ പഞ്ചായത്താണ് നിർദ്ദേശം നൽകിയത്. അനുസരിച്ച് ഞങ്ങൾ ഇത് തെറ്റായിട്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ മുറിച്ച് തന്നോളാം. പക്ഷേ അവിടെ വസ്തുക്കാരടുത്ത് ഞങ്ങൾക്ക് ഇത് പരാതിയില്ല. കാരണം സുജ, ഏതായാലും പഞ്ചായത്ത് ഏതായാലും ഈ ഷെയ്ഡ് മാറ്റാൻ തന്നെയാണ് അവർ അതിന്റെ ഉപകരണങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ തൊഴിലാളികളുമായിട്ടാണ് വന്നത്. നിയമം പാലിച്ചേ പറ്റൂ എന്നതിന് അവർ പറയുന്നു. പക്ഷേ ഈ ഒരു പുരയിടവും വീടും തമ്മിൽ 1 മീറ്റർ വ്യത്യാസം അത് കാണുന്നില്ല. അത് അങ്ങനെ അവർ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷെയ്ഡ് മുറിച്ചു മാറ്റുന്ന ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അതേസമയം തന്നെ വീട്ടുകാരും ഈ ഒരു വിഷയത്തിൽ വലിയ എതിർപ്പിൽ തന്നെയാണ്. സുജയ, ഓക്കെ, പത്തനംതിട്ടയിലാണ് വീടിന്റെ ഷെയ്ഡ് പൊളിക്കാനായിട്ടുള്ള നീക്കം നടക്കുന്നത്. മറ്റൊരു പുരയിടത്തിലേക്ക് വെള്ളം വീഴുന്ന രീതിയിലാണ് നിർമ്മാണം. അതുകൊണ്ടാണ് പഞ്ചായത്ത് അതിൽ ഇടപെട്ടിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.